നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കിഴക്കൻ ഇന്തോനേഷ്യയിൽ ശക്തമായ ഭൂചലനം. ഫ്ലോറസ് ദ്വീപിന് സമീപമുണ്ടായ 7.7 തീവ്രതയുള്ള ഭൂചലനമാണ് പ്രദേശത്തെ നടുക്കിയത്. ഓഗസ്റ്റ് 15 ശനിയാഴ്ച പുലർച്ചെയാണ് ശക്തമായ പ്രകമ്പനം അനുഭവപ്പെട്ടത്. ഭൂചലനത്തിന് പിന്നാലെ നിരവധി ശക്തമായ തുടർചലനങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആശങ്കപ്പെടുത്തിയത് ഭൂചലനത്തിന് പിന്നാലെ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതാണ്. തീരപ്രദേശങ്ങളിലുള്ള ജനങ്ങളോട് ഉടൻ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശിച്ചു. ഇതോടെ ആയിരക്കണക്കിന് ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി. നഗരങ്ങളിൽ നിന്ന് കാൽനടയായി മോട്ടോർ ബൈക്കിലും കാറിലും ഒഴിപ്പിക്കുന്ന ആളുകളുടെ നീണ്ട നിരകൾ കാണാമായിരുന്നു. ചിലർ പിക്കപ്പ് ട്രക്കുകളുടെ പിന്നിലും കൂട്ടം കൂടി പോകുന്നുണ്ടായിരുന്നു. പിന്നീട് ഏകദേശം 3 മണിക്കൂറിന് ശേഷം സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു. എങ്കിലും തീരപ്രദേശങ്ങളിൽ 1 മീറ്ററിൽ താഴെ ഉയരമുള്ള ചെറിയ തിരമാലകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഫ്ലോറസ് മേഖലയ്ക്ക് സമീപം ഈസ്റ്റ് നുസ ടെംഗാര പ്രവിശ്യയിലാണ്. USGS പ്രകാരം ഭൂചലനം ഏകദേശം 10 കിലോമീറ്ററിൽ ആഴത്തിൽ ആയിരുന്നു. ആഴം കുറവായതിനാൽ പ്രകമ്പനം കൂടുതൽ ശക്തമായി അനുഭവപ്പെടുകയായിരുന്നു. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം 8.557 ഡിഗ്രി സൗത്ത് അക്ഷാംശത്തിലും 121.181 ഡിഗ്രി ഈസ്റ്റ് രേഖാംശത്തിലുമാണ് ഉണ്ടായിട്ടുള്ളത്. മൗമേറയും പരിസര പ്രദേശങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട മേഖലകളിൽ ഒന്ന്. വീടുകളും കെട്ടിടങ്ങളും തകർന്നതായി റിപ്പോർട്ടുകളുണ്ട്. ചില ആശുപത്രികളിൽ നിന്ന് രോഗികളെ പുറത്തേക്ക് മാറ്റി താൽക്കാലിക ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വന്നു. വൈദ്യുതി ബന്ധത്തിലും ആശയവിനിമയ സംവിധാനങ്ങളിലും തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണസംഖ്യ സംബന്ധിച്ച കണക്കുകൾ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ കുറഞ്ഞ മരണസംഖ്യയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ രക്ഷാപ്രവർത്തകർ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ പരിശോധന തുടരുന്നതിനിടെ മരണസംഖ്യ ഉയർന്നതായി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതിനാൽ അന്തിമ ഔദ്യോഗിക കണക്കിനായി കാത്തിരിക്കുകയാണ്. സിക്കയിലെ സെന്റ് പീറ്റർ മേജർ സെമിനാരിയുടെ ഹാളിന്റെ മേൽക്കൂര തകർന്നു വീണ് നിരവധി വൈദിക വിദ്യാർത്ഥികൾക്കും കന്യാസ്ത്രീകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഉറക്കത്തിലായിരുന്ന സമയത്ത് വീടുകളും കെട്ടിടങ്ങളും തകർന്നു വീണാണ് ആളുകൾ മരണപ്പെട്ടതെന്ന് പ്രവിശ്യ ഗവർണർ ഇമ്മാനുവൽ മെൽക്കിയാഡ്സ് ലക്കലേന അറിയിച്ചു. സിക്ക, മങ്കരെ എന്നീ പ്രദേശങ്ങളിലാണ് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മൗമറെ തുറമുഖത്തെ കാത്തിരിപ്പ് കേന്ദ്രം ഉൾപ്പെടെ നിരവധി പൊതു സൗകര്യങ്ങളും വീടുകളും തകർന്നവയിൽ ഉൾപ്പെടുന്നു. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും ആശയവിനിമയ സംവിധാനങ്ങളും ഏകദേശം പൂർണ്ണമായി തന്നെ തടസ്സപ്പെട്ടിട്ടുണ്ട്. ഭൂചലനത്തെ തുടർന്ന് പല ആശുപത്രികളിൽ നിന്നും രോഗികളെ അടിയന്തരമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. നിലവിൽ ഓക്സിജൻ സിലിണ്ടറുകളും ബെഡുകളും ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ താൽക്കാലികമായി പുറത്ത് സജ്ജീകരിച്ചാണ് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ കെട്ടിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഓടിയെത്തിയതായും ചില പ്രദേശങ്ങളിൽ ഭൂചലനം ഏകദേശം 1 മിനിറ്റോളം നീണ്ടതായും നാട്ടുകാർ പറയുന്നതായാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ഭൂചലനത്തെ തുടർന്ന് ചില മേഖലകളിൽ മണ്ണിടിച്ചിലും ഗതാഗത തടസ്സവും ഉണ്ടായിട്ടുണ്ട്. ഇന്തോനേഷ്യ എന്തുകൊണ്ടാണ് ഇത്രയധികം ഭൂചലനങ്ങൾക്ക് ഇരയാകുന്നത്? ഇന്തോനേഷ്യ സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും സജീവമായ ഭൂകമ്പ മേഖലയായ പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ്. നിരവധി ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ ചേരുന്ന പ്രദേശമായതിനാൽ ഇവിടെ ഭൂചലനങ്ങളും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും പതിവാണ്. ഫ്ലോറസ് മേഖലയിൽ ഇതിനു മുൻപും വലിയ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അധികൃതർ സുനാമി സാധ്യതയെ വളരെ ഗൗരവത്തോടെയാണ് കണ്ടത്. ഇപ്പോൾ പ്രധാന ആശങ്ക തുടർ ചലനങ്ങളാണ്. 7.7 തീവ്രതയുള്ള പ്രധാന ഭൂചലനത്തിന് പിന്നാലെ ശക്തമായ ആഫ്റ്റർ ഷോക്സ് ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. അതിനാൽ കേടുപാടുകൾ സംഭവിച്ച കെട്ടിടങ്ങളിലേക്ക് ആളുകൾ ഇനിയും പ്രവേശിക്കരുത് എന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചുവെങ്കിലും സ്ഥിതിഗതികൾ പൂർണ്ണമായി സാധാരണ നിലയിലായിട്ടില്ല. രക്ഷാപ്രവർത്തകർ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി തിരച്ചിൽ തുടരുകയാണ്. മൗമേരയിലെ ലോറൻസെ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന ഫെറിയിലേക്ക് യാത്രക്കാർ കയറാൻ നിൽക്കുമ്പോൾ ടെർമിനൽ കെട്ടിടത്തിന്റെ വലിയ കോൺക്രീറ്റ് ഭാഗങ്ങൾ തകർന്നു വീണിട്ടുണ്ട്. ഗാംഗ്വേ തകർന്നതിനെ തുടർന്ന് ചിലർ കടലിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. ജനങ്ങളിൽ ഭൂരിഭാഗവും ഉറക്കത്തിലായിരുന്ന സമയത്താണ് ദുരന്തം ആഞ്ഞടിച്ചതെന്ന് ഈസ്റ്റ് നുസ തെങ്കാര ഗവർണർ ഇമ്മാനുവൽ മെൽക്കിയാഡസ് ലക്കാലേന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശക്തമായ കുലുക്കം അനുഭവിച്ചാണ് ഞെട്ടിയുണർന്നത്. ഉടൻ തന്നെ കുട്ടികളുടെ മുറിയിലേക്ക് ഓടിപ്പോയി. പുറത്തിറങ്ങിയപ്പോൾ തീരദേശത്ത് താമസിക്കുന്ന അയൽക്കാരെല്ലാം വീടുപേക്ഷിച്ച് കുന്നുകളിലേക്ക് ഓടുകയായിരുന്നു. കടൽ ജലം കിലോമീറ്ററുകളോളം ഉൾവലിഞ്ഞു നിൽക്കുകയാണ്. തുടർചലനങ്ങൾ പേടിച്ച് ഭൂരിഭാഗം ആളുകളും ഇനിയും വീടുകളിലേക്ക് മടങ്ങാൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെയാണ് പ്രദേശവാസികൾ പ്രതികരിച്ചത്. ദുരന്തബാധിത മേഖലകൾ വിദൂര മലയോര ഗ്രാമങ്ങളായതിനാൽ നാശനഷ്ടങ്ങളുടെ പൂർണ്ണരൂപം വ്യക്തമാക്കാൻ സമയമെടുക്കുമെന്ന് അധികൃതർ പറഞ്ഞു.
തകർച്ച നേരിട്ടതോ വിള്ളലുകൾ വീണതോ ആയ കെട്ടിടങ്ങൾക്കുള്ളിൽ പ്രവേശിക്കരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ ഏജൻസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിമുട്ടുന്ന റിംഗ് ഓഫ് ഫയർ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്തോനേഷ്യയിൽ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും പതിവാണ്. കിഴക്കൻ ഇന്തോനേഷ്യയിലെ ഈ ദുരന്തത്തിൽ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫ്ലോറസ് ദ്വീപിനെ വിറപ്പിച്ച 7.7 തീവ്രതയുള്ള ഭൂചലനം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ്: പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സഹായനാണ് എന്ന്. പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്തോനേഷ്യയിലും അയൽരാജ്യങ്ങളിലും പതിവായി ഇത്തരം ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. ജപ്പാനിൽ നിന്ന് തെക്കുകിഴക്കൻ ഏഷ്യ വരെയും പസഫിക് തടം വരെയും വ്യാപിച്ചു കിടക്കുന്ന തീവ്രമായ ഭൂകമ്പ പ്രവർത്തനങ്ങളുടെ ഒരു ചാപമാണ് ഇത്. 1992 ഫ്ലോറസിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി. ഇത് സുനാമിക്ക് കാരണമാവുകയും ഏകദേശം 2500 പേർ മരിക്കുകയും ചെയ്തിരുന്നു. ഇന്തോനേഷ്യയുടെ ചരിത്രത്തിൽ 2004 സുമാത്ര തീരത്തുണ്ടായ 9.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. സുമാത്രയിലുണ്ടായ സുനാമിയിൽ 2,20,000 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ ഏകദേശം 1,70,000 പേരും ഇന്തോനേഷ്യയിൽ നിന്നായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് ബോക്സിംഗ് ഡേ ദുരന്തം. ഇതിൽ ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക ഉൾപ്പെടെ 14ലധികം രാജ്യങ്ങളിലായി 2.5 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു. സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്ത് 9.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതുവഴി ഭീമൻ തിരമാലകൾ രൂപപ്പെട്ടിരുന്നു. കടലിലുണ്ടായ വലിയ സ്ഥാനമാറ്റം വൻതോതിൽ വെള്ളം കരയിലേക്ക് ഇരച്ചു കയറാനും കാരണമായി. മണിക്കൂറുകളോളം നീണ്ടുനിന്ന തിരമാലകൾ തീരപ്രദേശങ്ങളെ പൂർണ്ണമായും തകർത്തെറിഞ്ഞു. ഇന്തോനേഷ്യയിലെ ആച്ചെ പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെട്ടത്. ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിലും പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, ആൻഡമാൻ നിക്കോബാർ എന്നിവിടങ്ങളിലും വൻ നാശം വിതച്ചു. 2018 ലോംബോക്ക് ദ്വീപിൽ ഒരു ശക്തമായ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. തുടർന്നുള്ള 2 ആഴ്ചയ്ക്കുള്ളിൽ നിരവധി ഭൂചലനങ്ങൾ ഉണ്ടായി. ഹോളിഡേ ദ്വീപിലും അയൽരാജ്യമായ സുംബാവയിലും 550ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ആ വർഷം തന്നെ സുലവേസി ദ്വീപിലെ പാലുവിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും തുടർന്നുണ്ടായ സുനാമിയും 4300ലധികം ആളുകളെ കൊല്ലുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ തുടർച്ചയായി ഇത്തരം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമായും അത് സ്ഥിതി ചെയ്യുന്ന ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണമാണ്. ഇത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും നടക്കുന്ന പ്രദേശമാണ്. യൂറേഷ്യൻ, പസഫിക്, ഇൻഡോ ഓസ്ട്രേലിയൻ എന്നീ പ്രധാന ഭൂഫലകങ്ങളും ഫിലിപ്പീൻ പോലുള്ള ചെറിയ ഫലകങ്ങളും വന്നുചേരുന്ന ഭാഗത്താണ് ഇന്തോനേഷ്യ സ്ഥിതി ചെയ്യുന്നത്. ഈ ഫലകങ്ങൾ നിരന്തരം ഉരസിയും ഒന്നിനടിയിലേക്ക് മറ്റൊന്ന് താഴ്ന്നും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഫലകങ്ങൾ തമ്മിൽ കുടുങ്ങിക്കിടന്ന് പെട്ടെന്ന് വഴുതി മാറുമ്പോൾ അടിഞ്ഞുയരുന്ന അതിശക്തമായ ഘർഷണവും സമ്മർദ്ദവും ഭൂമിയുടെ ഉപരിതലത്തിൽ വലിയ പ്രകമ്പനങ്ങളായി അല്ലെങ്കിൽ ഭൂകമ്പമായി പുറത്തേക്ക് വരുന്നു. ഇന്തോനേഷ്യയ്ക്ക് സമീപമുള്ള കടലിലും ദ്വീപുകളിലും ഉണ്ടാകുന്ന മിക്ക ഭൂകമ്പങ്ങളുടെയും പ്രഭവ കേന്ദ്രം ഭൂമിയുടെ ഉപരിതലത്തിന് വളരെ അടുത്താണ് ഉണ്ടാകുന്നത്. ഇത് പ്രകമ്പനങ്ങളുടെ തീവ്രത കരയിൽ കൂടുതൽ ശക്തമായി അനുഭവപ്പെടാനും കാരണമാകുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.